നമ്മളിത് ഏതോ ഒരു കാട്ടിലാണ് ഗൈസ്. നമുക്ക് കാട്ടിന്റെ പേരറിഞ്ഞൂടെ ഗൈസ്. ഡ്രൈവർ സുഹേൽ ബ്രോ ആണ് ഗൈസ്. അപ്പൊ ഗൈസ് നിങ്ങൾ ഇപ്പൊ കണ്ടത് പാസ്റ്റ് ഡ്യൂട്ടിലേക്ക് സ്റ്റാർ ചെയ്ത് കുറച്ച് കുസൃതികളാണ്. ഞങ്ങളപ്പോ വെള്ളത്തിലാണ്. സുഹേൽ ബ്രോ അവിടെ നടക്കുകയാണ്. അമലിനെ ഇവിടെ നിൽക്കുന്നു. അമലെയോ ഞങ്ങൾ വെള്ളത്തിലാണ് ഗൈസ്. ബഡീസ് വെൽക്കം ബാക്ക്. ഓക്കെ, അമലിതേ അവിടേക്ക് നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. ബാക്കിയുള്ളവന്മാർ അവിടെ ഇരിക്കുന്നു. ഓരോരുത്തരും ഒരു സ്ഥലത്തായിട്ട് നിൽക്കുന്നില്ല. അപ്പൊ ഞങ്ങൾ ഏറ്റവും കൂടുതൽ ഫേസ് ചെയ്ത പ്രശ്നം എന്താണ്, അഭിരാമും അതേപോലെ തന്നെ അമ്മമാരും ഒക്കെ വേറോടത്തേക്ക് നീങ്ങിപ്പോയിണ്ടായിരുന്നു വെള്ളത്തിന്റെ അവിടേക്ക്. അപ്പൊ അവന്മാരെ തപ്പിയിട്ട് അമൽ ബ്രോ സുഹൈലും പോയിണ്ടായിരുന്നു. ഇപ്പൊ വരാന്ന് പറഞ്ഞിട്ട് അമലും സുഹൈലും സ്കൂട്ടായിരിക്കുകയാണ് ഗൈസ്. ഞാനിപ്പോൾ ഈ ഒരു ഡ്രസ്സും സംഭവമൊക്കെ മാറിയിട്ട് ഇവിടെയൊക്കെ കരക്ക് എടുത്തിട്ട് ഇനി ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ അമ്മമാരെ തപ്പിപ്പോകാൻ പോകണം. നമുക്ക് നടന്നു നോക്കാം എത്രമാത്രം ഇവിടേക്ക് ഇറങ്ങാമെന്ന്. പക്ഷെ ഉള്ള ബുദ്ധിമുട്ട് എന്താണെന്ന് അറിയുമോ ഗൈസ്? നോക്കിയേ, ഈ പോർഷൻ നിങ്ങൾക്ക് കാണുന്നില്ല അല്ലേ? ഒന്ന് കാണിച്ചു തരാം. തോട്ടങ്ങളുള്ള ഒരു കാട് പിടിച്ച ഏരിയയാണ്. ഇവിടെ എന്ന് പറഞ്ഞാൽ എന്ത് സാധനങ്ങളും ഉണ്ടാവും. പാമ്പുണ്ടാവും, കുപ്പിച്ചില്ലുണ്ടാവും, അങ്ങനെ വളരെ റിസ്ക്കി ആയിട്ടുള്ള. ഞാനാണെങ്കിൽ ചെരുപ്പല്ല വന്ന് ഷൂവിലാണ് വന്നത്. അതാണ് ഷൂ അവിടെ ഇട്ടിട്ടാണ് വന്നത്. കാരണം എനിക്ക് വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല. ഉമ്മാരെന്നെ ഒറ്റയ്ക്കാക്കിയിട്ട് എവിടേക്ക് പോയിന്ന് എനിക്ക് അറിഞ്ഞൂടാ ഗൈസ്. എന്താണ് ഗൈസ് ഇതെന്തൊരവസ്ഥയാണ്? ഇവിടെ ഓരോ റബ്ബർ തോട്ടങ്ങളുടെയും പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവിടെ റബ്ബർ എന്ന് പറയുമ്പോൾ തന്നെ കണ്ടില്ലേ, സാധാരണ അറിയാം ഇങ്ങനെ വരച്ചിട്ടിട്ടാണ് ഇവർക്ക് റബ്ബറിൻ്റെ വർക്ക് ചെയ്യുന്നത്. ആ വരച്ചിട്ടിട്ട് ആ പാല് ഇവിടേക്ക് വന്ന് വീഴുന്നു. അങ്ങനെ റബ്ബറിൻ്റെ ഒരു ബിസിനസ് അവർ കളക്ട് ചെയ്യുന്നു. എന്നിട്ട് ഈ കിട്ടുന്നത് കളക്ട് ചെയ്തിട്ട് അവർ ഉണക്കാനിട്ടിട്ടാണ് സാധാരണ ഈ റബ്ബറിൻ്റെ ബിസിനസ്സൊക്കെ ചെയ്യും. അപ്പോൾ ഇങ്ങനെ റബ്ബറിൻ്റെ ചെയ്യുന്ന ഒരു യാർഡാണിത്. ആൻഡ് മാണി ബാക്കിയുള്ളവന്മാരും അവിടെ ഉണ്ട് എന്ന് തോന്നുന്നു ഗൈസ്. ബാക്കി എല്ലാവരെയും കണ്ടു ഗൈസ്. ഇറങ്ങാനുള്ള വേറൊരു പോർഷനും കൂടി ഇവിടെ കണ്ടു. അപ്പോൾ അരുവിയുടെ സൈഡിലാണ് നിന്നുകൊണ്ടിരിക്കുന്നത്. കണ്ട ഇവിടെ കല്ലും കട്ടയൊക്കെ ഉണ്ട്. അപ്പോൾ സുഹൈലും അമലും തപ്പിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴും കിട്ടിയില്ലേ പുള്ളിനെ? കിട്ടിയാ പുള്ളി? അവരൊക്കെ എവിടെ വരണ്ട? നടന്നു വരികയാണ് ഗൈസ്. ബാക്കിയുള്ളവരൊക്കെ ഇപ്പോൾ വെള്ളത്തിൽ കളിച്ചുകൊണ്ടിരിക്കുകയാണ് സുഹൈൽ ബ്രോ. ഇതാണ് അരുവി നമ്മൾ പറഞ്ഞത്. സത്യത്തിൽ ഈ സ്ഥലത്തിൻ്റെ പേര് എനിക്ക് അറിഞ്ഞൂടാ. ഗൈസ് അമൽ നടന്നു പോയിട്ട് അവിടെ ഫോട്ടോഗ്രാഫി ഞങ്ങൾ എടുക്കാൻ പോകുന്നുണ്ട്. അതിനെക്കുറിച്ചുള്ള സംസാരമാണ്, പോസിനെ കുറിച്ചൊക്കെ. ഓക്കെ, ഒന്ന് പോസ് ഡിസൈഡ് ചെയ്യും 2 സെക്കൻഡ്. ഓക്കെ, അപ്പോൾ നമ്മുടെ അമലും സുഹൈലും കൂടിയിട്ട് ഫോട്ടോഗ്രാഫി സെഷനാണ് ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. കണ്ടോ ഗൈസ്? ഫോട്ടോഗ്രാഫി ഈസ് ഓൺ വർക്ക്. സം റാൻഡം ഇൻസ്റ്റയ്ക്ക് വേണ്ടിയിട്ടുള്ള കുറച്ച് പ്രൊഫൈൽ പിക്കിനും ബാക്കിയുള്ള പോസ്റ്റിനും ഫീഡിനൊക്കെ വേണ്ടിയിട്ടുള്ള കുറച്ച് വർക്കുകളാണ്. ഇതിനെക്കുറിച്ചുള്ള ഡിസ്കഷനാണ്. ഇങ്ങനെ ഫ്രെയിം എടുക്കണം, കറക്റ്റ് കണ്ട ഇത്രയും ഫോട്ടോ നീ ആ ഫോട്ടോ ഇവിടെ ധരിച്ചിട്ട് തിരിച്ചു പോവാണ് ഗൈസ്. നമ്മുടെ സുഹൈൽ ബ്രോ ഡ്രൈവിംഗ് ആണ്. കണ്ടോ? ഇപ്പൊ ഇനി എങ്ങോട്ടേക്കാൻ പോണ അടുത്ത ലൊക്കേഷൻ? പൂറ്റ്ലങ്ങാടി. പൂറ്റ്ലങ്ങാടി സ്ഥലം നോക്കി. അങ്ങനെ ഒരു സ്ഥലമുണ്ട് ഗൈസ്, പുതിയതായിട്ട് ഡിസ്കവർ ചെയ്തത്. മാരിവില്ലുകളാലെ മണിമാളിക പണിയും ഞാൻ മാർവേണവാകയിലൂടെ നിന്നെ കൊണ്ടുപോകും. റോസൊക്കെ കൂടി നടന്നു പോകണ്ട്. അയ്യോ, ഒന്ന് കാണിച്ച് അമലെ കാണിക്കും അമലിന്റെ സ്കിൽസ്. അമൽ കാണിക്കൂ. കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഏകദേശം ട്രിപ്പൊക്കെ കഴിഞ്ഞിട്ട് ഉച്ചക്ക് 12 മണി അല്ലെങ്കിൽ 1 മണി ഏകദേശം ആ ഒരു 11:30 ഉള്ളില് കഴിഞ്ഞു. കാരണം ഞങ്ങൾ 8 മണിക്ക് വിട്ടു. ഇത് പ്ലാൻ ചെയ്ത് 6 മണിക്കായിരുന്നു. ആയിട്ട് 8 മണിക്കുള്ളിൽ ഞങ്ങൾ റെഡി ആയില്ല. 11:30 വരെയൊക്കെ നിന്നിട്ട് ശേഷം ഞങ്ങൾ അവിടെ നിന്ന് പോയി. തിരിച്ചു പോയപ്പോൾ അവിടെ നിന്നൊരു വ്യൂ ഉണ്ടായിരുന്നു ആ ഒരു ഭാഗത്ത്. അവിടെയാണ് ശരിക്കും എല്ലാവരും നിന്നിരുന്നത്. അപ്പൊ ഞങ്ങൾ കുറച്ചും കൂടി നീങ്ങിട്ട് കുറച്ചും കൂടി വേറൊരു പോർഷനിൽ നിന്നിട്ടാണ് ചെയ്തത്. ഈ പറഞ്ഞ വെള്ളത്തിലൊക്കെ ചാടി സംഭവിച്ചത്. അപ്പൊ കാരണം എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടി ഒരു വൈബ് ഉണ്ടായിരുന്നു. ബാക്കി ഭയങ്കര ക്രൗഡായിരുന്നു. അപ്പൊ ഞങ്ങൾക്ക് ആർക്കും ഇത് ഭയങ്കര രസമായിട്ട് തോന്നിയില്ല. അപ്പൊ ക്രൗഡ് ഇല്ലാത്ത സ്ഥലം നോക്കിയിട്ട് പോയതാണ്. ഒരു അഡ്വഞ്ചറസ് വൈബ് ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് തിരിച്ചു പോയ സമയത്ത് ആരും എല്ലാ ക്രൗഡ് ഉള്ളിടത്തേക്ക് ഞങ്ങൾ കാണും. നമ്മൾ ആദ്യം പോയ ലൊക്കേഷൻ കഴിഞ്ഞിട്ട് ഇവിടെയാണ് ശരിക്കുള്ള ലൊക്കേഷൻ എന്ന് മനസ്സിലായി. അവിടെ കുറച്ചും കൂടി പ്രൈവസി ഉള്ള കാരണമാണ് ഞങ്ങൾ അവിടേക്ക് പോയത്. ലൈക്ക് അവിടെ ഭയങ്കര രസമാണ്. ഇവിടെ ഇപ്പോൾ ആൾക്കാരൊക്കെ നല്ല ക്രൗഡ് ഉണ്ട്. അപ്പോൾ ഇവിടേക്കും ചുമ്മാ പോയി നോക്കിയാലോ എന്നാണ് ഡിസിഷൻ. എല്ലാവരും ഇറങ്ങുന്നുള്ളൂ ഗൈസ്. അമൽ ഇറങ്ങുന്നുള്ളൂ.
അമല് പൈസ ഒന്ന് കാണിച്ച് വേറെ ആൾക്കാർ പോണു ഗൈസ്. ഡിസിഷൻ മാറ്റി. ഞങ്ങൾക്ക് ഇവിടെ ഒട്ടും സ്ഥലം ഇഷ്ടമായില്ല, കാരണം ഒടുക്കത്തെ ക്രൗഡും വലിയ വൈബില്ലാത്തതും കാരണം ഞങ്ങൾ ഈ ഡിസിഷൻ മാറ്റിയിട്ട് ഞങ്ങൾ തിരിച്ച് വേറെ എവിടേക്കെങ്കിലൊക്കെ പോകാൻ പ്ലാൻ ചെയ്തു. കാരണം അവിടെ ഉണ്ടായിരുന്ന വെള്ളം ആ ഒരു ആംബിയൻസും ഇവിടേക്കില്ല. ഇപ്പോൾ കുറേ ക്രൗഡ് ഉണ്ട്, കണ്ടില്ല ആൾക്കാർ ബൈക്കൊക്കെ എടുത്ത് പോകണം. ഈ ഒരു ക്രൗഡും ഒച്ചയും ബഹളവും ഒന്നും ഇല്ലാത്ത വളരെ പീസ്ഫുള്ളായ നമുക്ക് അത് എൻജോയ് ചെയ്യാൻ നമുക്ക് അവിടെ പറ്റുക. സോ അതന്നെ അവിടേക്ക് പോയത്. ഓക്കെ ഗൈസ്, നമ്മുടെ സുഹൈബ് ബ്രോ ഇപ്പോൾ പാട്ടൊക്കെ കേട്ട് എൻജോയ് ചെയ്യാണ്. എന്താ ഈ പുള്ളിക്ക് ഇപ്പോഴും മുഖം കാണിക്കാൻ പറ്റില്ല കേട്ടോ. ഓക്കെ, ബാക്കിയുള്ളവരിത് ഉറങ്ങാണെന്ന് തോന്നുന്നു ഗൈസ്. പ്രോ ഡ്രൈവിംഗ് അഗെയിൻ കണ്ടിന്യൂസ്. അപ്പോൾ അതൊക്കെ ആയിരുന്നു ട്രിപ്പും അതിനെ ബന്ധപ്പെട്ടുള്ള വ്ളോഗും. സോ ഹോപ്പ് യു ഗൈസ് എൻജോയ് ദ വീഡിയോ. ആൻഡ് വ്ളോഗിങ് ഞാൻ കുറേ നാളായിട്ട് ചെയ്യാത്തൊരു കാര്യമാണ്, എനിക്ക് വലിയ രീതിയിൽ അറിയാത്തൊരു കാര്യമാണ്. എഡിറ്റിങ്ങിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ ഫീഡ്ബാക്ക്സ് തരാവുന്നതാണ്. എനിക്ക് വലിയ പരിചയമില്ലാത്തൊരു ഫീൽഡാണ് വ്ളോഗിങ്. സോ ഹോപ്പ് യു ഗൈസ് എൻജോയ്ഡ്. ഇഷ്ടപ്പെട്ടാൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും, ലൈക്ക് ചെയ്യുകയും ചെയ്തോ. ഓക്കെ, അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നതായിരിക്കും. ബൈ ബൈ.